ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ സംവിധായകനാവുന്ന ഏറ്റവും പുതിയ സിനിമ ബറോസ് 3D തിയേറ്ററുകളിലേക്ക് എത്താൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഡിസംബർ മാസം 25 റിലീസാണ്. ടിക്കറ്റ്സ് ഒക്കെ ഓൾറെഡി ഓൺലൈനിൽ വന്നു തുടങ്ങി. ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ ട്രെയിലർ റിലീസായ സമയത്ത് എനിക്ക് വൻ പ്രതീക്ഷകളൊന്നും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രതീക്ഷ കുറച്ച് ഇടിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ തെറ്റൊന്നുമില്ല. കാരണം ട്രെയിലർ കാണുമ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയായി പോവുക. കാരണം ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു വലിയ ഇമേജ് വരാൻ സാധ്യതയുണ്ട്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ട്രെയിലർ അത്ര അങ്ങോട്ടൊരു സുഖകരമായിട്ട് തോന്നിയില്ല. എന്തായാലും ഇന്ന് ഗലാട്ട പ്ലസ്സിൽ ഭരദ്വാജ് രംഗന് ലാലേട്ടൻ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അതുമായി ബന്ധപ്പെട്ട് കുറേ പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞത്, പുതുമുഖ സംവിധായകരെ കുറിച്ച് പറഞ്ഞത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ പറഞ്ഞത് പല പോസ്റ്റുകളായി പലയിടത്തും കണ്ടു. ഇൻ്റർവ്യൂ മുഴുവനായിട്ട് ഞാനൊന്നിരുന്ന് കണ്ടു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബറോസിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് കൂടി എന്നാണ് ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ പറയാനുള്ളത്. ബറോസിനെ കുറിച്ച് മാത്രമല്ല, ഒരുപക്ഷെ അതിനേക്കാൾ എക്സ്പെക്റ്റേഷനിൽ കാത്തിരിക്കാനുള്ള ഒരു ഐറ്റം ലാലേട്ടൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും എന്ന് പറയുന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. സിനിമയേക്കാൾ കൂടുതൽ ലാലേട്ടനിൽ നിന്ന് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ ഈ സിനിമയുടെ ഒരു പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്, ബറോസ് 3D എന്ന് പറയുന്ന സിനിമ ചിന്തിക്കുന്നതിന് മുമ്പ് അദ്ദേഹം TK രാജീവ്കുമാറും ചേർന്നുകൊണ്ട് ഒരു 3D നാടകം സ്റ്റേജ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പോസിബിളാണ്, ഇതുവരെ ആരും ചെയ്തിട്ടില്ല. പക്ഷേ അത് ചെയ്യുകയാണെങ്കിൽ ആളുകൾ കണ്ണട വെച്ചുകൊണ്ട് നാടകം കാണുന്നു എന്ന് പറയുന്നത് എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് പോസിബിൾ ആവുക? നാടകം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മീഡിയമാണ്. നമ്മൾ സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മീഡിയമാണ് നാടകം എന്ന് പറയുന്നത്, നല്ല നാടകങ്ങളാണെങ്കിൽ. അപ്പോൾ അത് 3Dയിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി എക്യുപ്മെൻറ്റ്സും ഒരുപാട് എക്സ്പെൻസും ഒക്കെ വരുന്നൊരു കാര്യമാണ്. അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചർച്ചയുമായിട്ടിരിക്കുമ്പോഴാണ് ബറോസ് എന്ന് പറയുന്ന സിനിമയിലേക്ക് അദ്ദേഹം ലാൻഡ് ആവുന്നത്. പക്ഷേ അതൊരു വല്ലാത്ത തോട്ടല്ലേ 3Dയിൽ ഒരു നാടകം ചെയ്യുക എന്നുള്ളത്. അത് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. ലാലേട്ടൻ എങ്ങാനും അത് ചെയ്യുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും, വളരെ എക്സൈറ്റഡ് ആയിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് അവിടെ നിന്ന് ബറോസ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്തു. ഒന്നത് നേറ്റീവ് 3Dയിൽ ചെയ്തു എന്നുള്ളതാണ്. 3D ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലല്ലോ അവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു ഡെപ്തും ക്വാളിറ്റിയും ഉണ്ടാവും എന്നുള്ളത്. പിന്നെ സന്തോഷ് ശിവനാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത്. ലാലേട്ടൻ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് തന്നെ മോഹൻലാൽ സന്തോഷ് ശിവൻ കോമ്പിനേഷൻ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ സന്തോഷ് ശിവൻ എന്തെങ്കിലും ഒരു മാജിക് ഒപ്പിക്കും, അങ്ങേരെ നാഷണൽ അവാർഡ് സംഘടിപ്പിക്കും എന്നുള്ളതാണ്. ആ ഒരു മാജിക് കാണാൻ സാധിച്ചെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബറോസിൻ്റെതായി റിലീസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ, അതിൻ്റെ ലിറിക്കൽ വീഡിയോസാണ് വന്നിട്ടുള്ളത്. എന്നാലും ചില ഫോട്ടോസ്, പിന്നെ വരികളിലൂടെയുള്ള ചില കടന്നുപോക്ക്, അങ്ങനെയൊക്കെ നടത്തുമ്പോൾ സിനിമയുടെ കഥയെക്കുറിച്ചൊരു ധാരണ എനിക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ധാരണയും ഈ പറഞ്ഞ ലിറിക്കൽ വീഡിയോസിൽ അവർ പ്ലേസ് ചെയ്തിരിക്കുന്ന വിഷ്വൽസും ഒക്കെ നോക്കുമ്പോൾ നല്ല രസമുള്ള കുറച്ച് പരിപാടികൾ കാണാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ട്രെയിലർ മറക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ഇതിലെ പാട്ടിൻ്റെ വിഷ്വൽസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ട്രെയിലർ വിട്ട് കളയാൻ തോന്നുന്നുണ്ട്. വിഷ്വൽസ് പറയുമ്പോൾ അതിലെ പാട്ടുകളെ കുറിച്ച് കൂടി പറയണമെന്ന് തോന്നുന്നു. അദ്ദേഹം ഹാൻസ് സിമ്മറിന് കത്തയച്ചിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ സംഗീതം ചെയ്യാമോ എന്ന് ചോദിച്ച്. അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്ലേയേഴ്സ് ഈ സിനിമയുടെ മ്യൂസിക്കിൽ ഭാഗമായിരുന്നു എന്ന് പറയുന്നത് അതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, അദ്ദേഹം മുൻ സിനിമകളൊന്നും മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഈ സിനിമയിലെ പോലെ ഇങ്ങനൊരു ഷോട്ട് വെക്കാം, ഇങ്ങനൊരു സംഭവം ചെയ്യാം എന്ന് പറയുന്ന യാതൊരു മുൻധാരണകളും ഇല്ലാതെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. സന്തോഷ് ശിവൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മോഹൻലാലിൻ്റെ മനസ്സിലുള്ള സിനിമ അതുപോലെ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സ്റ്റീരിയോസ്കോപ്പിക് ലെൻസൊക്കെ വെച്ചിട്ടുള്ള 3D ക്യാമറ വെച്ചിട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത വളരെ ഒറിജിനൽ ആയിരുന്നു എന്നുള്ളതാണ്. അതിനോട് ശരിവെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇൻ്റർവ്യൂവിലും കൊടുത്തിട്ടുള്ളത്. മുൻ മാതൃകകളൊന്നും അല്ലെങ്കിൽ മുൻ സിനിമകളിലെ പോലെ എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യവും ഈ സിനിമയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ മുൻപ് വർക്ക് ചെയ്തിട്ടുള്ള സംവിധായകരിൽ നിന്നും സംവിധാന ശൈലി കടമെടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ആ ഇൻ്റർവ്യൂ അവസാനിച്ചതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ സിനിമയെക്കുറിച്ച് സംസാരിക്കില്ല, എൻ്റെ സിനിമ സംസാരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലാലേട്ടൻ്റെ ബ്ലോഗുകൾ അതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനൊക്കെ ഭയങ്കര രസമാണ്. അതിനെക്കുറിച്ച് ഇതിനു മുമ്പും പല ആളുകൾ പല ഇൻ്റർവ്യൂസിലൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിസ്മയങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ളൊരു അർത്ഥത്തിൽ വളരെ രസകരമായിട്ടുള്ള കുറേ വിഷ്വൽസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ട്രെയിലറിലൂടെ കടന്നുപോയി, അതിനുശേഷം ഇതിലെ പാട്ടിൻ്റെ വരികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്നൊരു കഥയുണ്ട്. ഡിഗാമ കൊട്ടാരം. ഈ കഥ നടക്കുന്നത് ഗോവയിലാണെന്ന് തോന്നുന്നു. കാരണം കാർണിവൽ ഗോവ എന്നൊക്കെയുള്ള എഴുത്തുകൾ ഈ ട്രെയിലറിൽ അവിടെ ഇവിടെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗോവൻ കാർണിവൽ നടക്കുന്ന അങ്ങനെ എന്തോ ഒരു സമയമാണ്. അവിടെ ഡിഗാമ കൊട്ടാരത്തിൽ ഒരു ഭൂതമുണ്ടെന്ന് കുട്ടികളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. കുട്ടികളുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. അവിടെ എത്തിപ്പെടുന്ന ഒരു കുട്ടിയായിരിക്കും ഒരുപക്ഷെ ഇസബെല്ല എന്ന് പറയുന്നത്. അവൾ ഈ ഒരു
ഇവന്റിന്റെ ഭാഗമായി ചിലപ്പോൾ ഒരു മ്യൂസിക്കൽ ഷോ അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാവാനും സാധ്യതയുണ്ട്. പക്ഷെ ബറോസിന്റെ ഒരു പാസ്റ്റ് ഈ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഇസബെല്ല എന്ന് പറയുന്ന ഒരു ട്രാക്ക് ഉണ്ട്, അതിന്റെ വരികളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഡിഗാമ തമ്പുരാന്റെ മകളായ രാജകുമാരിയായ നിന്നെ നോക്കുന്ന സംരക്ഷകനാണ് ഞാൻ എന്നൊക്കെയാണ് ആ പാട്ടിന്റെ വരികളിൽ പോകുന്നത്. അത് തന്നെയാണ് വിഷ്വലി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇസബെല്ല എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട്, ആ കൊച്ചുകുട്ടിയെ ലാലേട്ടൻ കൊണ്ടു നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മൊട്ടത്തലയൊന്നുമല്ല, താടിയും മീശയൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ രസമായിട്ടൊരു കുഞ്ഞിനെ നോക്കുന്ന ബറോസ് പപ്പ എന്ന് ട്രെയിലറിൽ വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരാളായിരിക്കാം ഒരു പക്ഷേ ലാലേട്ടൻ എന്ന് പറയുന്നത്, ഒരു ഭൃത്യനായിരുന്നിരിക്കാം. അതല്ലെങ്കിൽ ഈ ഡിഗാമ തമ്പുരാനെ വിളിക്കുന്ന ആ രാജാവുണ്ടല്ലോ, പുള്ളി ഓൾറെഡി ഭൂതമായിരുന്ന ബറോസിനെ മകളെ നോക്കാൻ ഏൽപ്പിച്ചതാവാൻ അങ്ങനെയും സാധ്യതയുണ്ട്. ആൻഡ് ആ പെൺകുട്ടി വളർന്നു വലുതാവുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടി ആ പാട്ടിൽ നമ്മൾ കാണുന്നുണ്ട്. ആ കുട്ടിയുടെ അതേപോലെ തന്നെയാണ് ഈ പുതിയ കാലഘട്ടത്തിൽ ബറോസിൻ്റെ മുമ്പിലേക്ക് എത്തപ്പെടുന്ന പെൺകുട്ടിയും ഉള്ളത്. അവളുടെയും പേര് ഇസബെല്ല എന്ന് തന്നെയാണ്. ഒരുപക്ഷെ പേരായിരിക്കാം, അല്ലെങ്കിൽ രൂപസാദൃശ്യമായിരിക്കാം, ഒരുപക്ഷെ പുനർജന്മം വരെ ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് ട്രെയിലറും പാട്ടുകളൊക്കെ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അങ്ങനെ കുഞ്ഞിനെ നോക്കുന്ന ഒരാൾ, അയാൾ ഒരുപക്ഷെ അയാളുടെ ദൗത്യത്തിൽ പരാജയപ്പെടുന്നുണ്ടാവും, ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അയാൾ പുറത്താക്കപ്പെടുകയോ, അല്ലെങ്കിൽ ഇങ്ങനെ മമ്മിഫൈഡ് ആയതുപോലെ ഒരു ഈജിപ്ഷ്യൻ പരിപാടിയൊക്കെ നമ്മൾ ഇതിൻ്റെ ട്രെയിലറിലും ഒക്കെ കാണുന്നുണ്ട്. ഈജിപ്ഷ്യൻ മാത്രമല്ല, വേറെയും പല രാജ്യങ്ങളുമായി പല സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ ഈ പറയുന്ന ഡിഗാമ തമ്പുരാൻ അദ്ദേഹം ആ നാട് വിട്ടു പോകുന്നതിന് മുമ്പ് തൻ്റെ സമ്പത്ത് മുഴുവൻ അവിടെ സംരക്ഷിച്ച് വെക്കുകയോ അല്ലെങ്കിൽ കപ്പലിൽ സൂക്ഷിക്കുകയോ അതിനെ നോക്കാൻ വേണ്ടി ബറോസിനെ ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്തതാവാം. എന്തായാലും ബറോസ് ഒരു കാവൽക്കാരനാണ്. കുറേ കാലമായി ആ ഡിഗാമ കോട്ടയിൽ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അയാളെ തൊട്ടുണർത്തുന്നത് വീണ്ടും ഈ വരുന്ന ഇസബെല്ല എന്ന് പറഞ്ഞ പെൺകുട്ടിയായിരിക്കും. മിക്കവാറും ഈ പ്രസൻറ്റിലേക്ക് വരുന്ന, പാസ്റ്റിൽ കണ്ണടച്ചിട്ടുള്ള ഒരാൾ പ്രസൻറ്റിൽ കണ്ണു തുറക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കൺഫ്യൂഷൻസും അതുമായി ബന്ധപ്പെട്ടുള്ള കോമഡി, കുറേ ഹ്യൂമർ പരിപാടികൾ വർക്കൗട്ട് ആക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഞാനിതൊക്കെ പറയുന്നത് നമ്മുടെ ഇതുവരെയുള്ള സിനിമകളുടെ തിയറി ഓഫ് ക്ലീഷേസിൽ നിന്നുകൊണ്ടാണ്. ഇങ്ങനെയൊന്നും സംഭവിക്കണം എന്നില്ല, ഇങ്ങനെ സംഭവിക്കരുതെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ട്രെയിലറും പാട്ടുകളൊക്കെ കാണുമ്പോൾ എനിക്കൊരു ധാരണ കിട്ടുന്നത് അങ്ങനെയാണ്. എന്തായാലും ഗ്രാജുവലി ബറോസ് തിരിച്ചറിയുകയാണ് ഈ ഇസബെല്ല ഞാൻ സംരക്ഷിക്കേണ്ട ഒരു കുട്ടിയാണ് എന്ന്, അല്ലെങ്കിൽ അവളെ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ. ഇതിൽ കുറച്ച് കാശുകാരായിട്ടുള്ള ആളുകളൊക്കെ കാണിക്കുന്നത്, ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ആളുകൾ, പിന്നെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് ഈ ആളുകളെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ പോർച്ചുഗീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഗാമ തമ്പുരാൻ്റെ സ്വത്തുക്കളൊക്കെ അതിനെ കവരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ ഇസബെല്ല എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവനൊരു അപകടം ഉണ്ടാകുന്ന പോലത്തെ, അല്ലെങ്കിൽ അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ എന്തെങ്കിലും ഒരു ഫാക്ടർ വരികയും ബറോസ് അതിലേക്ക് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒന്നാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാനൊരു കരളലിയിപ്പിക്കുന്ന ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമാണ് എനിക്ക് ഇതിൽ ഒരു സിംഗിൾ ഡയലോഗിൽ നിന്ന് ഫീൽ ചെയ്തത്. ഈ കടലിൻ്റെ അടിയിലുള്ള വിഷ്വൽസ് വെച്ചിട്ടുള്ള ഒരു ആനിമേറ്റഡ് വീഡിയോ അവർ ഇറക്കിയിട്ടുണ്ട്. അത് സിനിമയിൽ വരുമ്പോൾ കുറേയും കൂടി നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതിൽ നീരാളിയായിട്ട് വന്നിരിക്കുന്ന ലാലേട്ടൻ്റെ സൗണ്ടിൽ നമ്മൾ കേൾക്കുന്നൊരു ഡയലോഗുണ്ട്, ഇതിനൊക്കെ അപ്പുറത്ത് വേറൊരു ലോകമുണ്ട്, അവിടേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകണം എന്നുള്ളത്. അപ്പോൾ മിക്കവാറും അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആ പെൺകുട്ടി അപകടമുക്തയായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ബറോസിൻ്റെ ഒരു യാത്ര പറച്ചിലോ അങ്ങനെ എന്തെങ്കിലും കൂടി സിനിമയിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നു. എനിവേ, ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ട്രെയിലർ കട്ടിൽ നിന്നും അതുപോലെ പാട്ടുകളിൽ നിന്നും പിന്നെ ഇതിൻ്റെ വിഷ്വൽസിൽ നിന്നും പിന്നെ ഇതുവരെ കണ്ട് തീർത്തിട്ടുള്ള സിനിമകളിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഈ നാടോടി കഥകളൊക്കെ കേട്ടറിഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഇങ്ങനെയൊന്നും അല്ലാത്ത, അല്ലെങ്കിൽ ഇതൊക്കും ഒരുപാട് മുകളിൽ നിൽക്കുന്ന ഒരു കഥയാവട്ടെ, ഒരുപാട് ഇമോഷണൽ രംഗങ്ങളുണ്ടാവട്ടെ, എനിക്ക് അത്തരം ഒരുപാട് ഇമോഷൻസ് ഫീൽ ചെയ്യും എന്ന് തന്നെയാണ് തോന്നുന്നത്. മറ്റൊരാളുടെ കണ്ണുനീരിൽ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് തൂവുന്ന കണ്ണീരാണ് ഏറ്റവും വലിയ നിധി എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വാല്യൂസ് ഈവൻ സിനിമ കാണുന്ന കുട്ടികളിലേക്കാണെങ്കിലും എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല സിനിമ അനുഭവമായി ബറോസ് മാറും എന്നാണ് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ ട്രെയിലർ കാണുന്നതിനെ ആ ഒരു സമയത്തിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഇൻ്റർവ്യൂസും പാട്ടുകളും അതിലെ കഥയിലൂടെയും ഒക്കെ കടന്നു പോകുന്ന സമയത്ത് കുറേയധികം വാല്യൂസ് പാക്കേജായിട്ട് വരുന്ന ഒരു സിനിമയായിരിക്കും ബറോസ് എന്ന് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ ഫീലിങ്സ് ആണ്. നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.